നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലം രൂപതയുടെ നിയുക്ത ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിന് രൂപത ആസ്ഥാനത്ത് സ്വീകരണം നൽകി. പൂമാല ഞണ്ടുറുക്കിയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം, 80ഓളം റബ്ബർ മരങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. അധ്യാപകരും സംസ്ഥാന സർക്കാർ ജീവനക്കാരും നടത്തിവരുന്ന സമരം 4 ദിവസം പിന്നിട്ടു. കരിമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകർ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് മൂലമറ്റം കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകി. പഴയരിക്കണ്ടം സ്വാശ്രയ കാർഷിക വിപണിയുടെ വരിക്കമുത്തൻ സബ് സെന്റർ ഉദ്ഘാടനവും കർഷക സംഗമവും നടത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PD ശോശാമ ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം ഐക്യ ബൈബിൾ കൺവെൻഷൻ ജനുവരി 13 മുതൽ 15 വരെ നടക്കും. വാർത്തകൾ വിശദമായി. കോതമംഗലം രൂപതയുടെ നിയുക്ത ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിലിന് രൂപത ആസ്ഥാനത്ത് ഭക്തിനിർഭരമായ വരവേൽപ്പ് നൽകി. കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനൊപ്പമാണ് നിയുക്ത പിതാവ് ബിഷപ്സ് ഹൗസിലെത്തിയത്. രൂപതയിലെ മുഴുവൻ വൈദികരും വിവിധ സന്യസ്ത സഭകളിലെ സിസ്റ്റേഴ്സും പാസ്റ്ററൽ കൗൺസിൽ പ്രതിനിധികളും വിവിധ ഇടവകകളിൽ നിന്നെത്തിയ വിശ്വാസികളും അടക്കം ആയിരങ്ങളാണ് പുതിയ ഇടയനെ വരവേൽക്കാൻ ആഹ്ലാദഭരിതരായി കാത്തുനിന്നത്. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്ട് നിയുക്ത ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിലിനെയും മാർ ജോർജ് പുന്നക്കോട്ടിലിനെയും പൂച്ചെണ്ട് നൽകി വരവേറ്റു. തുടർന്ന് ബിഷപ്സ് ഹൗസ് അങ്കണത്തിൽ നടത്തിയ സ്വീകരണ സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ സ്വാഗതം ആശംസിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് ആലപ്പാട്ട്, PT തോമസ് MP, രൂപത ചാൻസലർ റവറൻഡ് ഡോക്ടർ ജോർജ് തെക്കേക്കര എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നിയുക്ത മെത്രാൻ റവറൻഡ് ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നന്ദി പറഞ്ഞു. വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ എന്ന് പറയുന്നത് അഭിനന്ദ പിതാവാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിനാണ് വെസ്റ്റീഷൻ നൽകുന്നത്. 77 ആദ്യത്തെ ബാച്ചാണ് ഞങ്ങൾ. ഓർഡിനേഷൻ നൽകിയതും പിതാവ് തന്നെയാണ്. ആ പിതാവിൻ്റെ പിന്നാലെ വരുവാനായിട്ട് സാധിക്കുന്ന വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അവിടെ സെനഡില് ഇക്കാര്യം പറഞ്ഞപ്പോൾ 35 വർഷക്കാലം വളരെ സുദീർഘമായ സേവനം ചെയ്ത ശേഷം വിരമിക്കുന്ന പിതാവ്. കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻസ് HSSലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന നിയുക്ത ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടം സ്കൂളിൽ അദ്ദേഹത്തോടൊപ്പം സഹപാഠികളായിരുന്നവർ ആഹ്ലാദത്തിലാണ്. ഇതുകൂടാതെ സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിക്കത്തുരുത്തേലിന്റെ ഗുരുനാഥനായിരുന്നു നിയുക്ത ബിഷപ്പ്. വടവാതൂർ സെന്റ് തോമസ് സെമിനാരിയിൽ മടത്തിക്കണ്ടം പിതാവിന്റെ കീഴിൽ പഠിച്ച സാബു അച്ഛനെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാനിരതമായ ജീവിതം വളരെ ആകർഷിച്ചിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ എന്ന് പറയുന്നത് അഭിനന്ദ പിതാവാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിനാണ് വെസ്റ്റീഷൻ നൽകുന്നത്. 77 ആദ്യത്തെ ബാച്ചാണ് ഞങ്ങൾ. ഓർഡിനേഷൻ നൽകിയതും പിതാവ് തന്നെയാണ്. ആ പിതാവിൻ്റെ പിന്നാലെ വരുവാനായിട്ട് സാധിക്കുന്ന വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അവിടെ സെനഡില് ഇക്കാര്യം പറഞ്ഞപ്പോൾ 35 വർഷക്കാലം വളരെ സുദീർഘമായ സേവനം ചെയ്ത ശേഷം വിരമിക്കുന്ന പിതാവിൻ്റെ പിന്നാലെ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഈ രൂപത കൂട്ടായ്മയിലെ എല്ലാ ജനങ്ങളും വൈദികരും 56 വർഷം വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയിലൂടെ കർമ്മനിരതനായിരുന്ന പുറപ്പുഴ മടത്തിക്കണ്ട മാത്യുവിന്റെ മകൻ നിയുക്ത ബിഷപ്പാകുമ്പോൾ പിതാവിന്റെ പാത പിന്തുടരുമെന്നതിൽ സംശയമില്ല. ഭവനമില്ലാത്ത അനേകർക്കും രോഗം മൂലം വലയുന്നവർക്കും ജീവിത ക്ലേശങ്ങളാൽ വലയുന്നവർക്കും താങ്ങു തണലുമായി തീരുന്ന വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനവുമായി മുന്നേറിയ പിതാവിന് വത്തിക്കാനിൽ നിന്നുള്ള പ്രഖ്യാപനം അഭിമാന നിമിഷമായി. ദീർഘനാളത്തെ പ്രവർത്തനം പരിഗണിച്ച് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി തൊടുപുഴ ഏരിയ കൗൺസിലും കോതമംഗലം സെൻട്രൽ കൗൺസിലും AKCCയും ഇദ്ദേഹത്തെ ആദരിച്ചിരുന്നു.
കോതമംഗലം രൂപത അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ ജോർജ് മടത്തിക്കണ്ടലിന് നാടിന്റെ നാനാതുറകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം. കോതമംഗലം രൂപത ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട മാർ ജോർജ് മടത്തിക്കണ്ടത്തിന് പ്രാർത്ഥനാനിരതമായ അഭിനന്ദനം നേരുന്നതായി PT തോമസ് MP അറിയിച്ചു. കോതമംഗലത്തിന്റെ ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ പുന്നക്കോട്ടിൽ പിതാവ് നടത്തിയിട്ടുള്ള സുദീർഘമായ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി കടന്നുവരുന്ന ജോർജ് മടത്തിക്കണ്ട പിതാവിന് ഈ സ്ഥാനലബ്ധിയിലുള്ള അത്യധികമായ സന്തോഷം ഇടുക്കി MP എന്ന നിലയിൽ പ്രത്യേകമായി അർപ്പിക്കുന്നു. മാർ ജോർജ് മടത്തിക്കണ്ടത്തിനെ കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു പറയനിലം അഭിനന്ദിച്ചു. കോതമംഗലം രൂപതയുടെ പുതിയ ഇടയനായ മാർ ജോർജ് മടത്തിക്കണ്ടത്തിന് റോഷി അഗസ്റ്റിൻ MLA, മുൻ MP ഫ്രാൻസിസ് ജോർജ്, KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CP മാത്യു, ആമ്പൽ ജോർജ്, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പ്രൊഫസർ KE ആന്റണി, പ്രൊഫസർ MJ ജേക്കബ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസി ജേക്കബ്. നാടിന് മാതൃകയായ കുടുംബത്തിൽ നിന്നുമാണ് കോതമംഗലം രൂപതയുടെ പുതിയ ബിഷപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആഴമേറിയ പ്രാർത്ഥനാ ചൈതന്യത്തിന് ഉടമകളാണ് മാത്യു ഏലി ദമ്പതികൾ. ചെറുപ്പം മുതലേ നിയുക്ത ബിഷപ്പിനെ ദൈവസ്നേഹാനുഭവത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും വളർത്തുന്നതിൽ പ്രത്യേക നിഷ്കർഷയാണ് മാതാപിതാക്കൾ പുലർത്തിയിരുന്നത്. ചെറുപ്പത്തിൽ മടിയിലിരുത്തി വിശുദ്ധരെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമുള്ള നല്ല നല്ല ചിന്തകൾ പകർന്നു കൊടുത്തതും ഈശോയോടുള്ള ഭക്തിയിൽ വളരാൻ അനുകൂലമായ വഴികളൊരുക്കിയതും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആത്മീയതയുടെ ഉയരങ്ങൾ താണ്ടാൻ ഇടയാക്കി. എന്നും ദേവാലയത്തിൽ പോകാൻ മകനെ മാതാപിതാക്കൾ നിർബന്ധിച്ചിരുന്നു. ചെറുപ്പത്തിൽ ലഭിച്ച ശിക്ഷണവും ആത്മീയ പരിശീലനവുമാണ് നിയുക്ത ബിഷപ്പിന്റെ ദൈവവിളിയെ തട്ടിയുണർത്തിയത്. ബഹുമാനപ്പെട്ട MP തുടങ്ങി മറ്റ് വ്യക്തികളെ മുന്നോട്ട് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പുറപ്പുഴ എന്ന കൊച്ചു ഗ്രാമം ഇത്രയും നാളും അറിയപ്പെട്ടിരുന്നത് മന്ത്രി PJ ജോസഫിന്റെ പേരിലായിരുന്നു. ഇനി ആത്മീയതയുടെ വഴിയിൽ ദൈവജനത്തെ നയിക്കാൻ സ്വർഗം വിളിച്ചുയർത്തിയ നിയുക്ത ബിഷപ്പ് റവറൻ ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടലിന്റെ പേരുകൂടി ഈ ഗ്രാമം സ്വന്തമാക്കിയിരിക്കുന്നു. മന്ത്രി PJ ജോസഫിലൂടെ വികസനത്തിന്റെ പുതിയ ചക്രവാളം തൊടുപുഴ മണ്ഡലത്തിന് തുറന്നു കിട്ടിയെങ്കിൽ ആത്മീയ വളർച്ചയുടെ പുതിയ ആകാശം തങ്ങളുടെ നാടിനും രൂപതയ്ക്കും ലഭിക്കുമെന്ന പ്രത്യാശയിലാണ് ഇവിടുത്തുകാർ. അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ സന്തോഷത്തിലാണ് ഈ കൊച്ചു ഗ്രാമം. നിയുക്ത ബിഷപ്പ് വൈദിക പട്ടം സ്വീകരിച്ച വേളയിലും ഇദ്ദേഹത്തിന്റെ പുറപ്പുഴയിലെ വീട്ടിൽ നടന്ന ജൂബിലി ആഘോഷത്തിലും പങ്കുചേരാൻ കഴിഞ്ഞതിൽ മന്ത്രി PJ ജോസഫിന്റെ അവിസ്മരണീയമായ നിമിഷമായി. രണ്ടുപേരും കർഷക കുടുംബത്തിൽ നിന്നുള്ളവരുമാണെന്നുള്ള പ്രത്യേകത കൂടിയുണ്ടതിന്. കോതമംഗലം രൂപതയുടെ പുതിയ മെത്രാനായി നിയുക്തനായ റവറൻ ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിലിനെ മന്ത്രി PJ ജോസഫ് സന്ദർശിച്ചു. ആരക്കുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെത്തിയാണ് മന്ത്രി നിയുക്ത ബിഷപ്പിനെ സന്ദർശിച്ചത്. നിയുക്ത ബിഷപ്പുമായി വളരെ അടുത്ത ബന്ധമാണ് മന്ത്രി ജോസഫിനുള്ളത്. വിനയാന്യതനും ആത്മീയ പിതാവുമായ റവറൻ ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിനെ കോതമംഗലം രൂപതയ്ക്ക് അധ്യക്ഷനെ ലഭിച്ചത് ദൈവത്തിന്റെ വലിയ കൃപയും അനുഗ്രഹവുമാണെന്ന് മന്ത്രി പറഞ്ഞു. പൂമാല ഞണ്ടിറുക്കിയിൽ സാമൂഹ്യ വിരുദ്ധർ പുരയിടത്തിൽ തീയിട്ടു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ പൂമാല പാച്ചേരിൽ ലളിതമ്മ വിശ്വനാഥിന്റെയും കോട്ടക്കുഴിയിൽ ജോൺസന്റെയും പുരയിടത്തിലാണ് തീ പിടിച്ചത്. 80ഓളം റബ്ബർ മരങ്ങൾ പൂർണ്ണമായും 100ലധികം മരങ്ങൾ ഭാഗികമായും കത്തിനശിച്ചു. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തീ പടർന്നത്. നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. ഞണ്ടിറുക്കി വെള്ളച്ചാട്ടത്തിന് സമീപം ചീട്ടുകളിയും മദ്യപാനവും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. സംഭവം എന്ന് പറയുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 2 മണിയോട് അടുത്ത് കാണും. അപ്പം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇതാദ്യം കാണുന്നതെന്ന് മേത്തട്ടിലൊരു ചേച്ചിയാണ് അതുപോലെ ഞണ്ടിറുക്കിയുടെ ഭാഗത്തു നിന്ന് ഭയങ്കര തീയും പുകയും കാണാം എന്നടുത്തൊരു പയ്യനോട് പറയുന്നു. ആ പയ്യൻ ഓടി ഇവിടെ വന്നപ്പോഴത്തേന് തീ പടർന്നുകൊണ്ടിരിക്കുക. ഓടി വന്ന് തീ അണച്ചതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. എങ്കിലും എൻ്റെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 16 വർഷം പ്രായമായ മുസ്ലിം ലീഗ് തൊടുപുഴ മുനിസിപ്പൽ സമ്മേളനത്തിന്റെ ഭാഗമായി 2 വീലർ റാലി നടത്തി. കുമ്മങ്കലിൽ നടത്തിയ റാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് വെട്ടിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. കൺമുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടപ്ലാവിൽ നിന്നും മുസ്ലിം 2 വീലർ റാലി ഈ വാഹനത്തിന്റെ പിന്നാലെ കൺമുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. തൊടുപുഴയിൽ ടൂ വീലർ റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഇതാ നിങ്ങളുടെ കൺമുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടപ്ലാവിൽ നിന്നും റാലി ഈ വാഹനത്തിന്റെ പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരം 4ാം ദിവസത്തിലേക്ക് കടന്നു. പണമുടക്കിയ അധ്യാപകരും ജീവനക്കാരും തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തി. 5 വർഷക്കാലത്തെ സംക്ഷിപ്തമായ ഭരണത്തിന് ശേഷം കേരളത്തിലെ LDF ഗവൺമെന്റ് അധികാരം കൈമാറിയത് എന്നുള്ള വസ്തുതകൾ നിരത്തിക്കൊണ്ട് ഇവിടെ ജനങ്ങളുടെ മുൻപാകെ വിവരങ്ങൾ പുറത്തു വരപ്പെട്ടത്. അപ്പോൾ തൽക്കാലം മാറ്റിവെക്കപ്പെട്ട 2002 കാലഘട്ടത്തിൽ അധികാരത്തിലേറിയ UDF ഗവൺമെന്റ് അന്നു മുതൽ നടപ്പാക്കുവാൻ ശ്രമിക്കപ്പെട്ട ആ പ്രചരണങ്ങളെ തള്ളിക്കളഞ്ഞ പൊതുസമൂഹത്തിന്റെ അവസ്ഥയിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് തൽക്കാലം മാറ്റിവെക്കപ്പെട്ട ഉത്തരവുകളാണ് ഒന്നൊന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2012 ഓഗസ്റ്റ് 8-ാം തീയതി കേരളത്തിന്റെ സിവിൽ സർവീസിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച അതേ ഓഗസ്റ്റ് 8-ാം തീയതി കേരളത്തിന്റെ സിവിൽ സർവീസിലേക്ക്, കേരളത്തിന്റെ പൊതുമണ്ണിലേക്ക് ഉമ്മൻചാണ്ടി പുറത്തുവിട്ട ആറ്റം ബോംബ് തന്നെയാണ് കേരളത്തിന്റെ സിവിൽ. പണിമുടക്കിയ അധ്യാപകരും സർക്കാർ ജീവനക്കാരും തൊടുപുഴ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഈ രാജ്യത്തിന്റെ താല്പര്യമാകെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ പോരാട്ടത്തിന്റെ പാതയിലാണ്. ആ പോരാട്ടത്തിന്റെ പാതയിൽ നിൽക്കുന്ന ജീവനക്കാരെ പിന്തിരിപ്പിക്കുന്നതിനായി കള്ളത്തരത്തിന്റെ പ്രചാരണവുമായി മാധ്യമങ്ങൾ വന്നാലും ശരി, സർക്കാർ വന്നാലും ശരി, കൊടാരിക്കൈകളായിട്ടുള്ള സെറ്റോ നേതാക്കന്മാർ വന്നാലും ശരി, ഞങ്ങൾ ഓരോരുത്തരും ഈ അവകാശം തിരിച്ചു ലഭിക്കുന്നത് വരെ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം ഇവിടെ പുനഃസ്ഥാപിക്കുന്നത് വരെ ഞങ്ങൾ ഇനി ആഫീസിലേക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവീതികളിൽ കൂടി ഉച്ചവെയിലെന്നോ രാത്രിയെന്നോ നോക്കാതെ സഞ്ചരിക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന ജീവനക്കാരെയാണ് ഇന്ന് കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചു കറിഞ്ഞുകൊണ്ട് ഇന്നകത്ത് കയറിയിരിക്കുന്ന ജീവനക്കാർ അവരുടെ ചരിത്രം മാപ്പ് നൽകുകയില്ല, അവർക്ക് കാലം മാപ്പ് നൽകുകയില്ല എന്ന് തിരിച്ചു അറിഞ്ഞുകൊണ്ട് അവരും കൂടി ഈ പോരാട്ടത്തിന്റെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിവരുന്ന സമരം 4ാം ദിവസം പിന്നിടുമ്പോൾ സമരച്ചൂട് അല്പം തണുത്തു തുടങ്ങി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തിവരുന്ന സമരം 4ാം ദിവസം പിന്നിട്ടു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടവർ അംഗീകരിച്ചോ എന്നതാണ് സമരം തുടരുന്നവരെ അലട്ടുന്ന മുഖ്യ പ്രശ്നം എന്ന് തോന്നിയേക്കാം. എന്നാൽ അതല്ല. ഓഫീസിലെത്തി AC-യുടെയും ഫാനിന്റെയും കുളിരിൽ സൊറ പറഞ്ഞും ആലസ്യമലറ്റിയും വിശ്രമിച്ച് മാസാവസാനം ശമ്പളം പറ്റി ജീവിച്ചു വന്ന വഴിയാണ് ഭേദമെന്ന് സമരക്കാർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടാകാം. കാരണം മകരവേനൽ ചൂടിൽ സമരച്ചൂട് തണുത്തുറയുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സമരകാലത്ത് ഉത്തരവാദിത്തം കൂടുതലാണ്. 9 മുതലെങ്കിലും കാലത്ത് സഹപ്രവർത്തകർ ജോലിക്കെത്തിയാൽ തടയാൻ കൃത്യമായി എത്തിച്ചേരണം. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കണം. പൊരിവെയിലിൽ ചുട്ടുപൊള്ളുന്ന ടാർ റോഡിലൂടെ സമരപ്രകടനം നടത്തണം. പണിമുടക്കുന്ന അധ്യാപകർക്കും സർക്കാർ ജീവനക്കാർക്കും പിന്തുണ പ്രഖ്യാപിച്ച് SFI നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ പ്രകടനമായി എത്തിയ SFI നേതാക്കളെ പോലീസ് തടഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങിയത് കോളേജ് പ്രിൻസിപ്പൽ തടഞ്ഞത് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. കോളേജിന് മുന്നിൽ ബഹളമുണ്ടാക്കിയ SFI നേതാക്കളെ പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തു. ജനറൽ സെക്രട്ടറി ബോബി ജോൺ, പ്രസിഡന്റ് മജു ജോർജ്, മുഹമ്മദ് ഫൈസൽ, EU ശരത്, ആനന്ദ് ബോസ് എന്നിവർ നേതൃത്വം നൽകി. പങ്കാളിത്ത പെൻഷന്റെ പേരിൽ ഒരു ഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സമരം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കൂടി. പണിമുടക്ക് ആരംഭിച്ച ആദ്യ ദിനം ജോലിക്ക് ഹാജരാകാതിരുന്ന പലരും ജോലിക്ക് കയറിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. പണിമുടക്കിന്റെ 3ാം ദിനത്തിലും ജില്ലയിലെ ചില ഭാഗങ്ങളിൽ സംഘർഷവും ജോലിക്കെത്തിയ ജീവനക്കാർക്ക് നേരെ സമരാനുകൂലികളുടെ അസഭ്യവർഷവും ഭീഷണിയും തുടർന്നു. ജില്ലയിലെ വിവിധ സർക്കാർ ഓഫീസുകളിലായി ആകെയുള്ള 4905 ജീവനക്കാരിൽ 3711 പേർ ഇന്നലെ ജോലിക്ക് ഹാജരായി. കണക്കുകൾ പ്രകാരം 76% പേരാണ് ഇന്നലെ മാത്രം ജോലിക്ക് ഹാജരായത്. കഴിഞ്ഞ ദിവസം 69% ജീവനക്കാരാണ് ജോലിക്ക് എത്തിയത്. അധ്യാപകർ ഒഴികെയുള്ള ജീവനക്കാരുടെ കണക്കാണിത്. സാധാരണ ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ജില്ലാ കളക്ടറേറ്റിൽ ആകെയുള്ള 118 ജീവനക്കാരിൽ 93 പേരും ഇന്നലെ ജോലിക്കെത്തി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കോതമംഗലം രൂപതയുടെ നിയുക്ത ബിഷപ്പ് റവറൻഡ് ഡോക്ടർ ജോർജ് മടത്തിക്കണ്ടത്തിന് രൂപത ആസ്ഥാനത്ത് സ്വീകരണം നൽകി.
പൂമാല ഞണ്ടുറുക്കിയിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം, 80ഓളം റബ്ബർ മരങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. അധ്യാപകരും സംസ്ഥാന സർക്കാർ ജീവനക്കാരും നടത്തിവരുന്ന സമരം 4 ദിവസം പിന്നിട്ടു. കരിമണ്ണൂർ നിർമ്മല പബ്ലിക് സ്കൂൾ വാർഷികം ആഘോഷിച്ചു. റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അധ്യാപകർ പീഡിപ്പിക്കുന്നെന്ന് ആരോപിച്ച് മൂലമറ്റം കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകി. പഴയരിക്കണ്ടം സ്വാശ്രയ കാർഷിക വിപണിയുടെ വരിക്കമുത്തൻ സബ് സെന്റർ ഉദ്ഘാടനവും കർഷക സംഗമവും നടത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PD ശോശാമ ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം ഐക്യ ബൈബിൾ കൺവെൻഷൻ ജനുവരി 13 മുതൽ 15 വരെ നടക്കും. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.